എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുബഷിറ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഫാത്തിമത്ത് സുഹറ. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് സൂറത്ത് ഹിജ്റിലെ 52 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ്. പേജ് നമ്പർ 265. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. അതായത് അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ കടന്നു വന്ന് സലാം എന്ന് പറഞ്ഞ സന്ദർഭം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ഭയമുള്ളവരാകുന്നു. قالوا لا توجل إنا نبشرك بغلام عليم. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ താങ്കൾക്ക് ജ്ഞാനിയായ ഒരു ബാലനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നു. قال أبشرتموني على أن مسني الكبر فبم تبشرون. അദ്ദേഹം പറഞ്ഞു, എന്നെ വാർദ്ധക്യം ബാധിച്ചതോടെ നിങ്ങൾ എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയോ? ഇനി എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സന്തോഷം അറിയിക്കുന്നത്? قالوا بشرناك بالحق فلا تكن من القانطين. അവർ പറഞ്ഞു, സംഭവിക്കാൻ പോകുന്ന യഥാർത്ഥത്തെക്കുറിച്ച് ഞങ്ങൾ താങ്കൾക്ക് സന്തോഷം അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ താങ്കൾ ആശ മുറിഞ്ഞവരിൽ പെട്ടുപോകരുത്. قال ومن يقنط من رحمة ربه إلا الضالون. അദ്ദേഹം പറഞ്ഞു, ആരാണ് തന്റെ റബ്ബിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആശ മുറിയുക? വഴി പിഴച്ചവരല്ലാതെ. قال فما خطبكم أيها المرسلون. അദ്ദേഹം പറഞ്ഞു, ശരി, എന്നാൽ നിങ്ങളുടെ പ്രധാന വിഷയം എന്താണ്, ഹേ ദൂതന്മാരെ? قالوا إنا أرسلنا إلى قوم مجرمين. അവർ പറഞ്ഞു, ഞങ്ങൾ കുറ്റവാളികളായ ഒരു ജനതയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. إلا آل لوط إنا لمنجوهم أجمعين. ലൂത്തിന്റെ കുടുംബം ഒഴികെ നിശ്ചയമായും അവരെ മുഴുവനും ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നവരാകുന്നു. إلا امرأته قدرنا إنها لمن الغابرين. അദ്ദേഹത്തിന്റെ സ്ത്രീ, അതായത് ഭാര്യ ഒഴികെ അവൾ നിശ്ചയമായും അവശേഷിക്കുന്ന, അതായത് ശിക്ഷയിൽ അകപ്പെടുന്നവരിൽ പെട്ടവളെന്ന് ഞങ്ങൾ കണക്കാക്കിയിരിക്കുന്നു. فلما جاء آل لوط المرسلون. അങ്ങനെ ലൂത്തിന്റെ കുടുംബത്തിൽ ആ ദൂതന്മാർ വന്നപ്പോൾ قال إنكم قوم منكرون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപരിചിതരായ ഒരു ജനം, നിങ്ങളെ മനസ്സിലായില്ല. قالوا بل جئناك بما كانوا فيه يمترون. അവർ പറഞ്ഞു, ശരി, പക്ഷേ ഇവർ, ഈ ജനങ്ങൾ യാതൊന്നിൽ സന്ദേഹപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ അതും കൊണ്ട് ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. وأتيناك بالحق وإنا لصادقون. ഞങ്ങൾ താങ്കൾക്ക് യഥാർത്ഥവുമായി വന്നിരിക്കുന്നു, നിശ്ചയമായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു. فأسر بأهلك بقطع من الليل واتبع أدبارهم ولا يلتفت منكم أحد وامضوا حيث تؤمرون. അതിനാൽ താങ്കളുടെ ആൾക്കാരെയും കൊണ്ട് രാത്രിയിൽ നിന്നുള്ള ഒരംശത്തിൽ പ്രഭാതത്തിനു മുമ്പായി യാത്ര ചെയ്തു കൊള്ളുക. അവരുടെ പിന്നാലെ താങ്കൾ അനുഗമിക്കുകയും ചെയ്യുക. നിങ്ങളിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കുകയും ചെയ്യരുത്. നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നിടത്തേക്ക് നിങ്ങൾ കടന്നുപോയി കൊള്ളുകയും ചെയ്യുക. وقضينا إليه ذلك الأمر أن دابر هؤلاء مقطوع مصبحين.
ആ കാര്യം അദ്ദേഹത്തിന്, അതായത് ലൂത്തിന് നാം തീരുമാനം ചെയ്തു കൊടുത്തു. ഇവർ പ്രഭാതവേളയിലായിരിക്കെ ഇക്കൂട്ടരുടെ മൂട് മുറിക്കപ്പെടുന്ന, ഇവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നതാണെന്ന്. وجاء أهل المدينة يستبشرون പട്ടണത്തിലെ ആൾക്കാർ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നു. قال إن هؤلاء ضيفي فلا تفضحون അദ്ദേഹം, അതായത് ലൂത്ത് പറഞ്ഞു, നിശ്ചയമായും ഇവർ എന്റെ അതിഥികളാണ്, അതിനാൽ എന്നെ നിങ്ങൾ വഷളാക്കരുത്. واتقوا الله ولا تخزون നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, എന്നെ അപമാനിക്കുകയും ചെയ്യരുത്. قالوا أولم ننهك عن العالمين അവർ, അതായത് പട്ടണത്തിലെ ആൾക്കാർ പറഞ്ഞു, ലോകരെ കുറിച്ച് ഞങ്ങൾ നിന്നോട് വിരോധിച്ചിട്ടുമില്ലേ? السلام عليكم ورحمة الله وبركاته. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.